63-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. 63-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം ചമച്ചത് ദാവീദ് രാജാവാണ്. ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്നതായ കാലത്ത് ചമച്ചതായ സങ്കീർത്തനമാണ്. യഹൂദ മരുഭൂമിയിൽ താൻ ഇരിക്കുന്നത് എപ്പോഴാണ്? തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് യെരുശലേമിനും യെരിഹോവിനും മധ്യേയുള്ളതായ ഈ യഹൂദ മരുഭൂമിയിൽ താനും കൂടെയുള്ളവരും ഇരിക്കുന്നതായ ഒരു സമയം. ഈ സന്ദർഭത്തെ സംബന്ധിച്ച് ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ മകനായ അബ്ശാലോം സ്വയം രാജാവായി പ്രഖ്യാപിച്ച് തൻ്റെ കൂടെയുള്ള ആളുകളെയും കൊണ്ട് ദാവീദിനെയും കൂടെയുള്ളവരെയും കൊല്ലേണ്ടതിന് അവരുടെ പിന്നാലെ അന്വേഷിച്ച് നടക്കുന്നതായ ഒരു സമയത്ത് ദാവീദും കൂടെയുള്ളവരും അബ്ശാലോമിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി യഹൂദ മരുഭൂമിയിൽ ഒളിച്ചിരിക്കുന്നതായ സമയത്ത് ചമച്ചതായ സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. ഇതിൽ നാം വായിക്കുന്നത് ദാവീദ് ദൈവത്തോട് അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് പറയുകയാണ്: കർത്താവേ, അവിടുന്നാണ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അർത്ഥാൽ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്നതായ ഒരു സാഹചര്യത്തിൽ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് താൻ ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ആശ്രയസ്ഥാനം. ദാവീദ് രാജാവ് അനുഭവിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രയാസമാണ്. തൻ്റെ സ്വന്തം മകനാണ് തന്നെ കൊല്ലുവാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അതും വളരെ വലിയൊരു സൈനിക ശക്തിയുമായിട്ടാണ് അവരുടെ പിന്നാലെ നടക്കുന്നത്. നമുക്കറിയാം, ദാവീദ് ഏറ്റവും വലിയ വീരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ കൂടെയുള്ള ആളുകളും ഏറ്റവും നല്ല യോദ്ധാക്കളായിരുന്നു. ദാവീദ് രാജാവ് മനസ്സ് വെച്ചാൽ നിഷ്പ്രയാസം അബ്ശാലോമിനെ അവർക്ക് കൊന്നുകളയാമായിരുന്നു. പക്ഷേ ദാവീദ് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രാജകുമാരൻ്റെ മേൽ കൈവയ്ക്കരുത്. അതുകൊണ്ട് അവർ ചെയ്തത് എന്താണ്? അബ്ശാലോമിനെ ഒഴിഞ്ഞു പോകുവാനായിട്ട് അവർ ബന്ധപ്പെട്ടു. അങ്ങനെ വല്ലാത്ത ഒരു പരിതസ്ഥിതിയിലൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ താൻ പറയുകയാണ്: കർത്താവേ, അവിടുന്നാണ് എൻ്റെ ആശ്രയസ്ഥാനം, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തൻ്റെ മകനിൽ നിന്ന് ഇങ്ങനെയുള്ളതായ ഒരു പ്രതികരണം അനുഭവിക്കുന്നതായ അതേ സമയത്ത് തന്നെ ദാവീദിനെ കാണുന്ന ആളുകൾ പോലും അവനെ ശപിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ദാവീദും കൂടെയുള്ളവരും ബഹൂരീമിൽ എത്തിയതായ സമയത്ത് ശിമൈ എന്നു പേരുള്ളതായ ഒരു മനുഷ്യൻ ദാവീദിന് എതിർപ്പെട്ട് വന്നിട്ട് ദാവീദിനെ ശപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും.
കല്ലും പൂഴിയും വാരി അവനെ എറിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, രക്തപാതക, നീച, പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ ശപിക്കുന്നത് 2 ശമൂവേൽ 16 അധ്യായം 7-8 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് മകനെയും കൂടെയുള്ളവരെയും ഒഴിഞ്ഞു പോകുവാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നതായ സമയത്ത് തന്നെ മറ്റുള്ളവർ ദാവീദിനെ വല്ലാതെ ശപിക്കുകയും ആട്ടിയോടിക്കുകയും വളരെ നിസാരനായി കാണുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു പരിതസ്ഥിതി മറുഭാഗത്ത്. അങ്ങനെ എല്ലാ നിലയിലും ദാവീദ് വല്ലാതെ പ്രയാസപ്പെടുന്നതായ, വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നതായ ഒരു രംഗമാണ് ഈ 63-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അതിഭയാനകമായ പ്രയാസത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ താൻ ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, അവിടുത്തെ ദയ ജീവനേക്കാൾ വലുതാണ്. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലം ഒക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാവീദ് എത്ര വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അത് ദാവീദിൽ നിന്ന് നാം പഠിക്കേണ്ടുന്നതായ ഒരു വലിയ പാഠമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങളും ചിന്താഭാരങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെടുന്നതായ രാത്രികളിൽ നാം വല്ലാതെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ദൈവം നമ്മെ കൈവിട്ടുവോ എന്നുവരെ ചിന്തിക്കുകയും ചെയ്യുന്നതായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പലപ്പോഴും നാം ദൈവത്തോട് ആ നിലയിൽ ചോദിക്കാറുമുണ്ട്, കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങളെ കൈവിട്ടു? ഇത്രമാത്രം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വിശ്വസിച്ചു, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആശ്രയിച്ചു, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പലപ്പോഴും നാം ചോദിക്കുന്നതിന് ഒരുങ്ങിയെന്നിരിക്കാം. പക്ഷെ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, ശിമെയി ദാവീദിനെ വല്ലാതെ ശപിച്ചു. കല്ലും പൂഴിയും വാരി അദ്ദേഹത്തെ എറിഞ്ഞുകൊണ്ട് ശപിച്ചു. ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ദാവീദിനോട് ചോദിച്ചു, യജമാനനെ, ഞങ്ങൾ അവൻ്റെ തല വെട്ടിക്കളയട്ടെ? അപ്പോൾ ദാവീദ് പറയുകയാണ്, ഒരിക്കലും പാടില്ല. ദാവീദിനെ ശപിക്കുവാനായി ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനോട് വിരോധിക്കേണ്ടുന്നതായ കാര്യമില്ല. ദൈവം അവനെ ഏർപ്പെടുത്തിയിട്ട് അവൻ ചെയ്യുന്നതായ കാര്യമാണ്. അർത്ഥാൽ ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ശിമെയിലൂടെ ഈ ശാപവാക്കുകൾ എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ശിമെയിയെ കുറ്റപ്പെടുത്തുവാനായിട്ട് പാടില്ല. നോക്കുക ദാവീദിൻ്റെ ചിന്തകൾ എങ്ങനെയാണെന്ന്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഇവിടെയൊക്കെ ദാവീദ് പറയുകയാണ്, കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ താങ്ങുന്നവനാണ്, അവിടുന്ന് എൻ്റെ എല്ലാ സ്ഥിതിയും അറിയുന്നവനാണ്. ഇവിടെ ദാവീദ് രാജാവ് സ്വയം പറയുന്നതായ ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ രാത്രിയിൽ താൻ കിടക്കയിൽ കിടക്കുമ്പോൾ ഉറക്കം വരാതെ താൻ മാനസികമായി വല്ലാതെ തകർന്നിരിക്കുന്നതായ സമയത്ത് താൻ ദൈവത്തെ പഴിചാരുന്നതിന് പകരമായി ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ അവിടുത്തെ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. രാത്രി സമയത്ത് കിടക്കയിൽ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരാൻ സാധിക്കാതെ വല്ലാതെ ചിന്താകുലങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ കർത്താവെ അവിടുത്തെ ധ്യാനിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷവും ധൈര്യവും അവിടുന്ന് നൽകുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ധ്യാനിക്കുന്നതായ സമയത്ത് എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. അവിടുന്ന് എനിക്ക് തൃപ്തി നൽകുന്നവനാണ്, എനിക്ക് ധൈര്യം നൽകുന്നവനാണ്, എൻ്റെ പ്രയാസവേളയിൽ എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ ധൈര്യപ്പെടുത്തുന്നവനാണ്, എന്നെ കൈവിടാത്തവനാണ്. ഇന്ന് രാവിലെ സമയത്ത് ഈ ചിന്ത നമ്മെ ഭരിക്കുവാനിടയാകട്ടെ. ഒരുപക്ഷെ നാം പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളായിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ഉറങ്ങുവാൻ സാധിച്ചെന്ന് വരികയില്ല. പല കാര്യങ്ങൾ ഓർത്ത് നാം വല്ലാതെ വ്യാകുലപ്പെട്ടതായ അവസരങ്ങളായിരിക്കാം. പക്ഷേ ദാവീദ് രാജാവ് നമ്മോട് പറയുകയാണ്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നാം കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിനെ ധ്യാനിക്കുക. കർത്താവ് നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്നവനാണ്. നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ ബുദ്ധിമുട്ടിലും നമ്മുടെ ഞെരുക്കത്തിലും നമ്മുടെ വലിയ സങ്കടത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ആശ്രയിക്കുവാനൊരിടമുള്ളതിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദാവീദിന് ഒരു വലിയ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതാണ് സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ താൻ പറയുന്നത്. 63-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും, എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? നാം ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ 19-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അബ്ശാലോം കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായി ദാവീദ് രാജാവായി കഴിഞ്ഞ് യോർദാൻ കടക്കുന്നതായ സമയത്ത് ദാവീദിനെ ശപിച്ചതായ ശിമെയി നെടുമ്പാടെ അവൻ്റെ മുൻപാകെ വീണുകൊണ്ട് ക്ഷമയാചിക്കുന്നതായ കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് പറ്റുമാനമുള്ളവരാണെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് നമുക്ക് അനുകൂലമായി വരുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രയാസത്തിൻ്റെ സമയത്ത് ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞുവോ, ആരെല്ലാം നമ്മെ തകർക്കുവാൻ ശ്രമിച്ചുവോ, ആരെല്ലാം നമുക്കെതിരായി നിന്നുവോ, അവരെല്ലാം ദൈവം നമ്മുടെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തുന്നതായ ഒരു സമയമുണ്ടെന്ന് ദാവീദിൻ്റെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഭാരം തന്നവർ, പ്രയാസം തന്നവർ, നമ്മെ ബുദ്ധിമുട്ടിലാക്കിയവർ, നമ്മെ വല്ലാതെ നിരാശയിലേക്ക് തള്ളിവിട്ടവർ, നമ്മുടെ മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കിയവർ, നമ്മെ വല്ലാതെ ശപിച്ചവരൊക്കെ കാണുമായിരിക്കാം. പക്ഷേ അവരെല്ലാം നമ്മുടെ മുൻപാകെ കൊണ്ടുവന്ന് ഓച്ചാനിച്ച് നിർത്തുന്ന ഒരു സമയം ഉണ്ടെന്ന് ദാവീദിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ നിനക്കെതിരായി നിന്നവരെയും നിന്നോട് ശത്രുത്വം പുലർത്തിയവരെയും എല്ലാം നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തുന്നതായ ഒരു സമയമുണ്ടെന്ന് ദാവീദിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദാവീദിനെ പോലെ ശിമെയിയോട് ക്ഷമിക്കുവാനുള്ളതായ ഒരു മനസ്സ് ദാവീദിനുണ്ടായിരുന്നതുപോലെ നമ്മുടെ ശത്രുക്കളെ നമ്മുടെ മുൻപാകെ ദൈവം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരോട് ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ പ്രയാസവേളകളിൽ നാം വല്ലാതെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലും ഒക്കെ ആയിരിക്കുന്നതായ സമയത്ത് കർത്താവിനെ ധ്യാനിക്കുവാനും അതിലൂടെ നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാവീദ് രാജാവ് പറയുന്നത് പോലെ വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് പലപ്പോഴും കർത്താവെ ഞങ്ങൾ പ്രയാസമുള്ളവരായി ദുഃഖിതരായി കഴിയേണ്ടി വരുമ്പോൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തുവാനും ധൈര്യം പ്രാപിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കിടക്കയിൽ കർത്താവെ ഞങ്ങൾ പ്രയാസമുള്ളവരായി, ഞങ്ങൾ ഭാരമുള്ളവരായി, ചിന്താകുലമുള്ളവരായി കിടക്കുന്നതായ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ ധ്യാനിക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങനെ കർത്താവെ ഞങ്ങളുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുവാൻ, ഞങ്ങൾ ധൈര്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രയാസപ്പെടുത്തിയവരും ഞങ്ങളെ ദുഃഖിപ്പിച്ചവരും കർത്താവെ ഞങ്ങളെ ശത്രുക്കളായി കരുതിയവരും ഒക്കെ ഒരു നാളിൽ ഞങ്ങളുടെ മുൻപാകെ നിൽക്കുന്നതായൊരു സമയമുണ്ടെന്ന് ഈ വചനങ്ങളിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരെ ശപിക്കുവാനോ അവരെ തള്ളിക്കളയുവാനോ അല്ല, അവരെ സ്നേഹിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.